ഹായ് മാം, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയായിരുന്നു? ഈ ഹെവി ബ്രസ്റ്റിനെ നമ്മുടെ സൈഡ് ബൾജസ് ഒക്കെ ഉണ്ട്. എനിക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പം സൈഡ് ബൾജസ് ഒക്കെ മാറ്റി ഒരു ഫുൾ കവറേജ് കിട്ടണ ഒരു ബ്രാ ആയിരുന്നു. നമുക്കൊന്ന് ബ്രസ്റ്റ് ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്തിട്ട് കുറച്ചും കൂടി സൈസ് ഒന്ന് റെഡ്യൂസ് ആയി തോന്നുന്ന ഫീലുള്ള ബ്രാ കാണിച്ചു തരട്ടെ. അങ്ങനത്തെ ടൈപ്പ് കിട്ടുകയാണെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ കണ്ട ആ ഒരു കോൺവെർസേഷനിലെ ഒരു ബ്രായാണിത്. ഇതാണ് മിനിമൈസർ ബ്ര. മിനിമൈസർ ബ്ര എന്ന് പറയുന്നത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ബെസ്റ്റ് സൈസിനെ ഒന്ന് മിനിമൈസ് ചെയ്ത്, അതായത് ഇപ്പോൾ 36 ഡി കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നവര് പെട്ടെന്ന് ആ ഡി കപ്പിൽ നിന്ന് സി കപ്പിലേക്ക് വരാൻ തരത്തിലുള്ള ഒരു വിഷ്വൽ ഫീല് കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് ബ്രായാണ് കേട്ടോ അത്. ഇപ്പം ഹെവി ബെസ്റ്റ് അല്ലെങ്കിൽ സാഗി ബെസ്റ്റ് ഒക്കെ ആയിട്ടുള്ളവർക്ക് ഒരു ടീഷർട്ട് അങ്ങനെയുള്ള ഡ്രസ്സസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഒട്ടും കോൺഫിഡൻസ് ഒന്നും ഉണ്ടാകണമെന്നില്ല. അപ്പൊ അതിനുള്ള ഒരു സൊല്യൂഷൻ കൂടിയാണ് ഈ ഒരു ബ്ര. അത് മാത്രമല്ല വേറെ ബെനിഫിറ്റ്സ് ഇതിനുണ്ട് കേട്ടോ. ഒന്ന് ഇതിന്റെ കവറേജ് ആണ്. സൈഡിലും ബാക്കിലും ഫ്രണ്ടിലും മാക്സിമം കവറേജ് ഈ ഒരു ബ്രാക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ സ്ട്രാപ്പാണ്. ഹെവി ബെസ്റ്റിന്റെ വെയിറ്റ് ഒന്ന് ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ആ ബെസ്റ്റിനെ ഒന്ന് ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് ആ ഒരു ഷോൾഡർ പെയിനോ ഷോൾഡർ മാർക്സോ സ്ട്രാപ്പ് ഡിഗിങ്ങോ ഒന്നും ഈ ഒരു ടൈപ്പ് ഓഫ് ബ്രാക്ക് വരുന്നില്ല. അതേപോലെ തന്നെ ഇതിന്റെ ഈ ഒരു കപ്പിന്റെ കൺസ്ട്രക്ഷനും ആ ഒരു സ്റ്റിച്ചിങ്ങും ഒട്ടും ഡിസ്കംഫർട്ട് ഇല്ലാണ്ട് ഒരു കപ്പ് സൈസ് റെഡ്യൂസ് ആയിട്ട് തോന്നിപ്പിക്കുകയും ബെസ്റ്റിനെ നല്ലപോലെ അപ്ലിഫ്റ്റ് ചെയ്യുകയും ചെയ്യും. നമ്മുടെ ഫിലോറോസില് മിനിമൈസർ ബ്ര 32 മുതൽ 46 വരെ ബാൻഡ് സൈസിലും C2 ജേക്കപ്പ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു പർട്ടിക്കുലർ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഇത്രയും കളേഴ്സിലും 34 to 46 വരെ ബാൻഡ് സൈസിലും C2 ഡബിൾ ഡി വരെയാണ് കപ്പ് സൈസിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് പാലാരിവട്ടത്ത് മെട്രോ പില്ലർ നമ്പർ 530 ചേർന്ന് വരുന്ന നമ്മുടെ ഫിലോറോസ് ലോഞ്ചറിയുടെ സ്റ്റോറിലേക്ക് വരാവുന്നതാണ്. അല്ലാതെ പർച്ചേസ് ചെയ്യുന്നവര് താഴെ കാണുന്ന നമ്പറിൽ വിത്ത് സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്